കോഴിക്കോട് ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയുടെ സ്ഥിരാകേന്ദ്രമാണ് വടകര താലൂക്കിലെ കുറ്റ്യാടി പ്രദേശം. 1925 സലാഹുൽ ഇസ്ലാം സംഘം കുറ്റ്യാടി പുഴക്കൽ സ്രാമ്പിക്ക് സമീപം മതഭൗതിക പഠനങ്ങൾ സമന്വയിപ്പിച്ച് സ്ഥാപിതമായ വിദ്യാലയമാണ് ഇന്നത്തെ MIUP അൽ മദ്രസത്തുൽ ഇസ്ലാമിയ UP സ്കൂൾ. 1925 മരക്കച്ചവടത്തിനായി കോഴിക്കോട് നിന്നും കുറ്റ്യാടിയിലെത്തിയ അബ്ദുല്ലക്കോയ ഹാജി, നാലകത്ത് ആലിക്കോയ ഖിലാഫത്ത് പ്രസ്ഥാന നായകനായതിനാൽ ബ്രിട്ടീഷുകാരാൽ നാടുകടത്തപ്പെട്ട് കുറ്റ്യാടിയിലെത്തിയ M അബ്ദുള്ളക്കുട്ടി മൗലവി എന്നിവരും നാട്ടുമൂപ്പനായ മുക്കത്ത് മൊയ്തീൻ ഹാജിയും ചേർന്ന് ഒപ്പം ഒരു ദേശവും അവിടുത്തെ സർവരും കൂടെ നിന്നപ്പോൾ സമാനതകളില്ലാത്ത അന്ധകാരത്തിന്റെയും വിശ്വാസ ജീർണതകളുടെയും നാട്ടിൽ സൂര്യ തേജസ്സോടെ MIUP എന്ന മഹത്തായ അക്ഷരദീപം തെളിഞ്ഞു. അന്നത്തെ മലബാർ ഡിസ്ട്രിക്ട് കളക്ടറായിരുന്ന R. ഫെയ്ത്ത് ആണ് സ്വർണ്ണ താക്കോൽ ഉപയോഗിച്ച് MIUP സ്കൂൾ ഉദ്ഘാടനം നിർവഹിച്ചത്. 1927 സ്ഥാപിതമായ MIUP സ്കൂൾ അന്ന് ലഭ്യമായിരുന്ന ഏറ്റവും മികച്ച നിർമ്മിതിയായിരുന്നു. വലിയ വെണ്ണക്കല്ലുകൾ പാകിയ വരാന്തയും നടുമുറ്റവും തറവാടിത്തം വിളിച്ചോതുന്ന പടിപ്പുരയുമെല്ലാം ഈ വിദ്യാലയത്തെ തലയെടുപ്പുള്ളതാക്കി മാറ്റി. MIUP സ്കൂൾ നിർമ്മിക്കുന്നതിന് 7 വർഷം മുമ്പ് 1918 കോഴിക്കോട് കുറ്റിച്ചിറയിൽ നിർമ്മിച്ച മദ്രസത്തുൽ മുഹമ്മദിയയും തലശ്ശേരിയിലെ മദ്രസത്തുൽ മുബാറക്കയുടെയും ശില്പികളും ചാരുതയും MIUPയുടേത് തന്നെയായിരുന്നു. ഇന്നും ഈ രണ്ട് സ്ഥാപനങ്ങളുടെയും ബലവത്തായ കെട്ടിടം പഴയ പ്രൗഢിയോടെ നിലനിൽക്കുന്നു. ജനാബ് മുക്കത്ത് മൊയ്തീൻ ഹാജി മാനേജറും M അബ്ദുള്ളക്കുട്ടി മൗലവിയും P കുഞ്ഞിക്കണ്ണക്കുറുപ്പ് മാഷും ഒക്കെ പ്രധാന അധ്യാപകരുമായ വിശ്വവിദ്യാലയം പിന്നീട് അങ്ങോട്ട് ഒരു ദേശത്തിന്റെ തന്നെ ചരിത്രം മാറ്റി എഴുതുകയുണ്ടായി. 1958 മുക്കത്ത് മൊയ്തീൻ ഹാജിയുടെ മരണശേഷം ഭാരിച്ചതും ഗൗരവമേറിയതുമായ മാനേജ്മെന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ മറ്റുള്ളവർ ധൈര്യപ്പെടാത്തതിനാൽ MIUP സ്കൂളിന്റെ അംഗീകാരം നഷ്ടപ്പെട്ടുപോയി. പിന്നീട് 1967 കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന CH മുഹമ്മദ് കോയ ആദ്യമായി തന്റെ ഔദ്യോഗിക കൃത്യനിർവഹണ ഉത്തരവ് ഒപ്പുവെച്ചത് MIUPയുടെ അംഗീകാരമായിരുന്നു. ലോകത്തോളം വളർന്ന MIUPയുടെ പൂർവ്വ വിദ്യാർത്ഥികളിൽ ഡോക്ടർ O. ആലി, കളക്ടർ KK മാധവൻ, ചരിത്രകാരൻ P. സൂപ്പി, പ്രൊഫസർ പാപ്പൂട്ടി, ഡോക്ടർ സൂപ്പി, അഡ്വക്കേറ്റ് അഹമ്മദ് കുട്ടി, KMCT മെഡിക്കൽ കോളേജ് ചെയർമാനും നാഷണൽ ഹോസ്പിറ്റൽ ഉടമയുമായ ഡോക്ടർ K. മൊയ്തു, REC മുൻ പ്രൊഫസർ P. കുഞ്ഞമ്മദ്, നിലവിലെ കേരള ശാസ്ത്ര സാങ്കേതിക പ്രിൻസിപ്പൽ സെക്രട്ടറി KP സുധീർ, MIUP സ്കൂൾ മുൻ അധ്യാപകനും നിലവിലെ കുറ്റ്യാടി MLAയുമായ KP കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർ എന്നിവർ ഇവരിൽ ചിലർ മാത്രം. അടുത്ത വർഷം 100ാം വാർഷികം ആഘോഷിക്കേണ്ട MIUP സ്കൂൾ ഇന്ന് തികഞ്ഞ അവഗണനയുടെയും കഷ്ടപ്പാടിന്റെയും നടുക്കയത്തിലാണ്. ഏറ്റവും ബലവത്തായതും 1927 നിർമ്മിച്ചതുമായ പ്രധാന കെട്ടിടവും പടിപ്പുരയും കുറച്ച് വർഷം മുമ്പ് തന്നെ അപകടാവസ്ഥയുടെ പേര് പറഞ്ഞ് മാനേജ്മെന്റ് പൊളിച്ചു മാറ്റിയിരുന്നു. 10 മീറ്റർ നീളവും 5 മീറ്റർ വീതിയും അതിന് നടുവിൽ അങ്ങാടിയിലെ ഡ്രെയിനേജുമുള്ള ഒരു കളിസ്ഥലത്ത് നിന്നും സബ് ജൂനിയർ എന്ന ഒരൊറ്റ കാറ്റഗറിയിൽ മത്സരിച്ച് ഉപജില്ലയിലും ജില്ലയിലും സ്റ്റേറ്റിലും 1ാം സ്ഥാനം നേടിയെടുക്കുന്ന വിദ്യാർത്ഥികളെയും അവരെ പരിശീലിപ്പിക്കുന്ന അധ്യാപകരെയും എത്ര അഭിനന്ദിച്ചാലും അധികമാവില്ല. വോളിബോൾ, ഷട്ടിൽ, റെസ്ലിംഗ്, ജൂഡോ, സിനിമ, നാടകം, LSS, USS എന്നിങ്ങനെ എല്ലാ പഠന കലാ കായിക മത്സരങ്ങളിലും ഇവർ സ്വർണപ്പതക്കം അണിയുന്നവർ. കൊറോണക്കാലത്ത് വീടാന്തരം കയറി വിദ്യാർത്ഥികളുടെ കുടുംബ സാമൂഹ്യ സാമ്പത്തിക ചുറ്റുപാട് മനസ്സിലാക്കിയും ലൈബ്രറി കുട്ടികളുടെ വീട്ടുമുറ്റത്തെത്തിച്ചും കുട്ടികൾക്ക് മാനസിക ധൈര്യം നൽകിയ ഇവിടുത്തെ ഗുരുനാഥന്മാരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഇന്നും ഓരോ ടീച്ചറും ഗൃഹാങ്കണം എന്ന ശ്രമകരമായ പരിപാടിയുമായി മുന്നോട്ടു പോകുന്നു.